നെക്സ്റ്റ് ആണ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്. അത് വളരെ സിമ്പിളാണ്. ഇത്രയും നേരം പറഞ്ഞ ഫിനാൻസ് മിനിസ്റ്റർ അത്ര പോലും ഇല്ല. സോ ഈസ് എൻ ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി. ഒന്നുമില്ല, IGM ആണ്, ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി ആണ്. സോ ജെം ആണെന്നൊക്കെ പറയില്ല, GM ആണെന്നൊക്കെ പറയില്ലേ, അതല്ല. അതിന് മുമ്പ് ഒരു ഐയും കൂടി ഉണ്ട്, ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇത് അതേ പോയിന്റ് കോപ്പി അടിച്ചതാണ്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ ഉണ്ടായിരുന്നില്ലേ, ഇറ്റ് ഈസ് എ മിനിസ്ട്രി അണ്ടർ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് പകരം ജസ്റ്റ് സിമ്പിളായിട്ട് ഈസ് എൻ ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി, IGM, ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി. And second point, primarily concerned with administration of the Companies Act 2013. സോ ഇത് എന്തിനോടാണ് കൺസേൺഡ് ആയിട്ടുള്ളത്, എന്താണ് കൂടുതൽ എംഫസൈസ് കൊടുക്കുന്നത്? പ്രൈമറിയിലി ഇത് എന്ത് ഫങ്ഷനാണ് സെർവ് ചെയ്യുന്നത്? ഇത് അഡ്മിനിസ്ട്രേഷൻ നോക്കി നടപ്പാണ് ചെയ്യുന്നത്. എന്തിനെ? കമ്പനീസ് ആക്ട് 2013, അതേപോലെ തന്നെ കമ്പനീസ് ആക്ട് 1956, അതുപോലെ തന്നെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008. അപ്പോൾ ഞാൻ ജനിച്ചത് 2006 സോ അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞപ്പോൾ വന്ന ഒരു ആക്ടാണ് ഇത് ലിമിറ്റഡ് ലയബിലിറ്റി LLP ആക്ട് 2008 ആൻഡ് ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 വന്നത്, അത് നമുക്കറിയാമല്ലേ. അപ്പോൾ ഈ 4 ആക്റ്റുകളെ അഡ്മിനിസ്റ്റർ നോക്കി നടപ്പാണ് ഈ കോർപ്പറേറ്റ് അഫയേഴ്സ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ആരാണെന്ന് ഞാൻ പറഞ്ഞത് നിർമ്മല സീതാരാംജി തന്നെയാണെന്നല്ലേ ഞാൻ പറഞ്ഞത്. ഈ രണ്ടെണ്ണത്തിനും ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫിനാൻസ് മിനിസ്ട്രിക്കായാലും കോർപ്പറേറ്റ് അഫയേഴ്സിനായാലും ഈ രണ്ട് മിനിസ്ട്രീസിനും ഒരു മിനിസ്റ്ററാണുള്ളത്, അതാണ് നിർമ്മല സീതാറാം. അപ്പോൾ ഈ മിനിസ്റ്റർ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നോക്കി നടത്തി ഇപ്പോൾ ചെയ്യേണ്ടായിരിക്കുക? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കമ്പനീസ് ആക്ട് 2013 ആൻഡ് 1956, ദ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട് 2008, ആൻഡ് ദ ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016. ഓക്കെ, ഇനി റെസ്പോൺസിബിൾ മെയിൻലി ഫോർ ദ ഇത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത്? റെസ്പോൺസിബിൾ മെയിൻലി എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഫോർ ദ റെഗുലേഷൻ. അപ്പോൾ ഈ എക്സിക്യൂട്ടീവ് ബോഡി അല്ലെങ്കിൽ ഈ റെഗുലേറ്ററി ബോഡീസിൻ്റെ ഒക്കെ അണ്ടറിൽ വരുന്നതാണ് ഈ പറഞ്ഞ മിനിസ്ട്രീസൊക്കെ. അപ്പോൾ ഇതും എന്ത് ചെയ്യുന്നുണ്ട്? റെഗുലേഷനും കൂടെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെ നിയന്ത്രിക്കലാണ് ചെയ്യുന്നത്? ഇന്ത്യൻ ഇന്ത്യയിലത്തെ എൻ്റർപ്രൈസസുകൾ, അതായത് വ്യാപാരങ്ങളെന്നാണോ പറയാം മലയാളത്തിൽ, എൻ്റർപ്രൈസസുകളെ ഇൻ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ, അതായത് സെക്കൻഡറി ആൻഡ് ടെർഷ്യറി സെക്ടേഴ്സിനെ എന്ത് ചെയ്യലാണ്? അവരെ ഒന്ന് നിയന്ത്രിക്കലും കൂടെ ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്, റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പം നിർമ്മല സീതാറാം ജി എന്താ ചെയ്യുന്നത്? റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഇന്ത്യൻ എൻ്റർപ്രൈസുകളെ എവിടെയുള്ളത്? ഇൻഡസ്ട്രികളിലും മാനുഫാക്ചറിങ് സെക്ടറിലും, അതേപോലെ തന്നെ അതായത് മാനുഫാക്ചറിങ് സെക്ടറിൽ ഇപ്പോൾ സ്റ്റീൽ ഇൻഡസ്ട്രി ഉണ്ട്, എത്ര ഇൻഡസ്ട്രീസിൻ്റെ മാനുഫാക്ചറിങ് ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യണേ, അങ്ങനെയൊക്കെ ആ ഇൻഡസ്ട്രീസിനെയും. അതുപോലെ തന്നെ സർവീസ് സെക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ആയിരിക്കും? ഈ ഹെൽത്ത്, അതുപോലെ തന്നെ എഡ്യൂക്കേഷനൊക്കെ കൊടുക്കുന്ന സർവീസ് സെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, ആ സെക്ടേഴ്സിനെയും ഒന്ന് ജസ്റ്റ് നിയന്ത്രിക്കുക, റെഗുലേറ്റ് ചെയ്യുക, നിയന്ത്രിക്കുക. ഓക്കെ, അതാണ് റെസ്പോൺസിബിൾ മെയിൻലി ഫോർ ദ റെഗുലേഷൻ ഓഫ് ദ ഇന്ത്യൻ എൻ്റർപ്രൈസസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് ദ സർവീസ് സെക്ടർ. ഇനി ഫോർത്ത് പോയിൻ്റാണ്, ആൻഡ് ദ ഇൻഡസ്ട്രി ഈസ് മോസ്റ്റ്ലി റൺ ബൈ ദ സിവിൽ സർവൻസ്. അപ്പോൾ നമുക്കറിയാമല്ലേ, ഈ ഏത് മിനിസ്ട്രി എടുത്താലും അത് റൺ ചെയ്യുക ആരായിരിക്കും? ദ സിവിൽ സർവൻസ് ആയിരിക്കും, അല്ലേ? സിവിൽ സർവൻസ് ആയിരിക്കും അത് റൺ ചെയ്യേണ്ടായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ എംപ്ലോയിഡ് ഒഫീഷ്യൽസ് ആയിരിക്കും അത് റൺ ചെയ്യേണ്ടായിരിക്കുക. അപ്പോൾ മോസ്റ്റ്ലി റൺ ബൈ ദ സിവിൽ സർവൻസ് ഓഫ് ദ ICLS കാഡ്രി. അതാണ് ഇമ്പോർട്ടൻറ്റ്. സിവിൽ സർവൻസ് ആണ് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് ICLS കാഡ്രയുടെ സിവിൽ സർവൻസ് ആയിരിക്കും മോസ്റ്റ്ലി ഈ മിനിസ്ട്രി റൺ ചെയ്യുന്നത്. അതായത് ICLS എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് എന്നാണ് അർത്ഥം. ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അവിടുത്തെ കോർപ്പറേറ്റ്, അപ്പം അത് നമ്മളെ മിനിസ്ട്രിയുടെ പേരുമായിട്ട് ഒരു സിമിലാരിറ്റി ഉണ്ട് അല്ലേ, കോർപ്പറേറ്റ് അഫയേഴ്സ്. അപ്പം അതുപോലെ തന്നെ ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ് കൊടുക്കുന്ന ഈ ICLS കാഡ്രയിലത്തെ സിവിൽ സർവൻസ് ആണ് ഈ മിനിസ്ട്രീനെ മോസ്റ്റ്ലി റൺ ചെയ്യിപ്പിക്കുന്നത്. ദീസ് ഓഫീസേഴ്സ് ആർ ഇലക്റ്റഡ് ത്രൂ ദ സിവിൽ സർവീസസ് എക്സാമിനേഷൻ. ഈ ഓഫീസേഴ്സ് എങ്ങനെയാണ്? ഈ എംപ്ലോയിഡ് ഒഫീഷ്യൽസ്, ഈ ഓഫീസേഴ്സ് എങ്ങനെയാണ് എലക്ട് ചെയ്യുന്നത്? നമ്മൾ ജസ്റ്റ് ജനങ്ങളെ തിരഞ്ഞെടുക്കണതാണ്, വോട്ട് ചെയ്തിട്ട് അല്ല. ദീസ് ഓഫീസേഴ്സ് ആർ ഇലക്റ്റഡ് ത്രൂ ദ സിവിൽ സർവീസസ് എക്സാമിനേഷൻ. സിവിൽ സർവീസ് എക്സാമിനേഷൻ വഴിയാണ് ഈ ഓഫീസേഴ്സ് എന്നെ നമ്മൾ ചൂസ് ചെയ്യുന്നത്, അപ്പം വോട്ട് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഇലക്ട് ചെയ്ത് എടുക്കുന്നത്. അതായത് അവരെ സംബന്ധിച്ചിടത്തോളം. ഓക്കെ, അപ്പോൾ കണ്ടക്റ്റഡ് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇത് എവിടെയോ കേട്ടിട്ടില്ലേ? UPSC
UPSC കേട്ടിട്ടില്ലേ? PSCക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് കുറേ പേര് പറയുന്നത് കേട്ടിട്ടില്ലേ? യെസ്, UPSCൻ്റെ കണ്ടക്ട് ചെയ്തിട്ടുള്ള എക്സാം ആയിട്ടുള്ള ഈ എക്സാം പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ UPSE എന്നല്ല വിചാരിച്ചിട്ടുണ്ടായിരുന്നത്, UPSC അങ്ങനെ പറയുമ്പോൾ PSC എന്നല്ല വിചാരിച്ചത്. പക്ഷേ അല്ല കേട്ടോ, C ആണ്, പബ്ലിക് സർവീസ് കമ്മീഷൻ. സോ ഇനിയിപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണ് PSCയുടെ ഫുൾ ഫോം അറിയോ ചോദിക്കുമ്പോൾ പറയണം എന്ത്, UPSCയുടെ ഫുൾ ഫോം എന്താ? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ഓക്കെ, അപ്പം ദീസ് ഓഫീസേഴ്സ് ആർ ഇലക്റ്റഡ് ത്രൂ ദ സിവിൽ സർവീസസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. ദി ഹയസ്റ്റ് പോസ്റ്റ്, ഇനി ഇതിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പോസ്റ്റ് ഉണ്ട്, അത് ഏതാണെന്നറിയോ? ഡയറക്ടർ ജനറൽ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ദ ഹയസ്റ്റ് പോസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദി ഹയസ്റ്റ് അതോറിറ്റി ആയിട്ടുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ഇസ് ദ ഹയസ്റ്റ് അതോറിറ്റി അപ്പോയിൻറ്റഡ് അണ്ടർ ദി ആർട്ടിക്കിൾ 126 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചില്ലേ. അതേപോലെ തന്നെ ഈ DGP എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? DGP എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആണ്. സോ അതേപോലെ തന്നെ ഡയറക്ടർ ജനറൽ ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടുത്തെ ഒരു ഹയസ്റ്റ് പോസ്റ്റ് ഉണ്ട്. ഈസ് ഫിക്സ്ഡ് അറ്റ് ദി അപ്പെക്സ് സ്കെയിൽ. അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് അപ്പെക്സ് സ്കെയിൽ ഫോർ ദി ICLS. ICLS എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇന്ത്യൻ കോർപ്പറേറ്റ് ലോ സർവീസ്. അപ്പം ആ ഒരു ICLS ഓഫീസേഴ്സാണ് മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്. മോസ്റ്റ്ലി ദ മിനിസ്ട്രി ഇസ് റൺ ബൈ ദി ഓഫീസേഴ്സ് ഓഫ് ദ ICLS കാഡ്രി എന്ന് പറഞ്ഞില്ലേ. ആ ICLSൻ്റെ അപ്പെക്സ് സ്കെയിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരാളുണ്ട് ഹയസ്റ്റ് പോസ്റ്റിൽ, ദാറ്റ് ഇസ് ഡയറക്ടർ ജനറൽ ഓഫ് ദി കോർപ്പറേറ്റ് അഫയേഴ്സ് ഇസ് ഫിക്സ്ഡ് അറ്റ് ദി അപ്പെക്സ് സ്കെയിൽ ഫോർ ദ ICLS. ഓക്കെ, അത് മറക്കരുത്, ദി ഹയസ്റ്റ് പോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് പറയാം. ഫസ്റ്റത്തെ പോയിന്റ് എന്തായിരുന്നു? GEM അല്ലേ, IGM എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ഇന്ത്യൻ ഗവൺമെൻറ് മിനിസ്ട്രി. സെക്കൻഡ് പോയിന്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് primarily concerned with the administration of the Companies Act 2013, 1956. അതിനുശേഷം നമ്മൾ പറഞ്ഞു ദ LLP 2008, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് 2016 എന്നൊക്കെ പറഞ്ഞു അല്ലേ. അതിനുശേഷം പറഞ്ഞു ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ റെഗുലേഷൻ ഓഫ് ദി ഇന്ത്യൻ എൻ്റർപ്രൈസസ് ഇൻ ദ ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു ദ മിനിസ്ട്രി ഈസ് മോസ്റ്റ്ലി റൺ ബൈ ദ സിവിൽ സർവൻസ് ഓഫ് ദ മിനിസ്ട്രി ഈസ് മോസ്റ്റ്ലി റൺ ബൈ ദ സിവിൽ സർവൻസ് ഓഫ് ദ ICLS കാഡറി എന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പറഞ്ഞു ദീസ് ഓഫീസേഴ്സ് ആർ ഇലക്റ്റഡ് ത്രൂ സിവിൽ സർവീസ് എക്സാമിനേഷൻ കണ്ടക്റ്റഡ് ബൈ ദ UPSC, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിനുശേഷം പറഞ്ഞു the highest post is the Director General of Corporate Affairs. Is fixed at apex scale for ICLS. കൂടെ പറഞ്ഞു അല്ലേ, ഫോർ ദ ICLS. ഓക്കെ, അപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ബിക്കോസ് നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ളൊരു പേഴ്സൺ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു തിങ്ങിനെ പറ്റിയിട്ട് പറയുമ്പോൾ, യുണീക്ക് ആയിട്ടുള്ളതിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും ആണ് യൂസ് ചെയ്യുക, അല്ല യൂസ് ചെയ്യുക. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ മഹാത്മാഗാന്ധി, ദ വിരാട് കോഹ്ലി, ദ സച്ചിൻ ടെണ്ടുൽക്കർ അങ്ങനെ പറയാം. അതേപോലെ തന്നെ കെൻ യു പ്ലീസ് ടേക്ക് ദ ബുക്ക് ഫ്രം ദ ഷെൽഫ് എന്നാണ് പറയുക. ഇപ്പോൾ നമുക്ക് ഇന്ന ബുക്ക് എടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ദ ബുക്ക് എന്നാണ് പറയുക. പക്ഷേ കെൻ യു ടേക്ക് എ ബുക്ക് ഫ്രം ദ ഷെൽഫ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബുക്ക് ആ ഷെൽഫിൽ നിന്ന് എടുക്കുമെന്നാണ്. സോ അവിടെ അത് യൂസേജ് വ്യത്യാസമുണ്ട്. സോ അതുകൊണ്ട് ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച ICLS ആയതുകൊണ്ട് തന്നെ ദ ICLS എന്ന് വിളിക്കുക. ഓൾസോ ഇറ്റ് ഈസ് യുണീക്ക്. ഓക്കെ, so the highest post, Director General of the Corporate Affairs, is fixed at the apex scale for the ICLS. Okay, ഇനി തേർഡ് ആയിട്ടുള്ള മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. സോ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഗൃഹ മന്ത്രാലയ എന്നാണ് അതിനെ പറയാം. ഓക്കെ, ആസ് എ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MG, നേരത്തെ GEM എന്നല്ലേ പറഞ്ഞത്, പക്ഷെ അങ്ങനെയല്ല, ഇത് എന്തായിരുന്നു മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നാണ് പറയുന്നത്. ഓക്കെ, കുറച്ച് അങ്ങോട്ടും കൂടി ഇൻ്റർചേഞ്ച് ചെയ്ത് ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇറ്റ്സ് എ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഓക്കെ, ആസ് എൻ ഇൻറ്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ. സോ ഹോം അഫയേഴ്സിൻ്റെ മിനിസ്റ്റർ ആരാ? അമിത് ഷാ ആണ്. Okay, as an Interior Ministry of India, it is mainly responsible for the maintenance of internal security and domestic policy. So, as an Interior Ministry of India,
അപ്പോൾ ഗൃഹ് എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവില്ല. ഹോം എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് പറയാം ഇൻറ്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ആണെന്നാണ് ഇതിനറിയപ്പെടുന്നത്. അപ്പം ട്രഷറി ഓഫ് ഇന്ത്യ എന്നാണ് മിനിസ്ട്രി ഓഫ് ഫിനാൻസിന് അറിയപ്പെട്ടെങ്കിൽ ഇതിനെ ഇൻറ്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ എന്നാണ് അറിയപ്പെടുന്നത്. അവർക്ക് ആ ഒരു റൈം കണ്ടോ, ഇൻറ്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ഐ. ഓക്കെ, ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഇൻറ്റേർണൽ സെക്യൂരിറ്റി. സോ ഇത് എന്തിനാണ് മെയിനായിട്ട് ഇത് എന്തിനാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്, എന്തിനാണ് ഇത് റെസ്പോൺസിബിൾ, എന്ത് കാര്യങ്ങളാണ് ഇത് കൂടുതൽ ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത്, എന്ത് കാര്യത്തിനോടാണ് ഇത് കൂടുതലും കൺസേൺഡ് ആയിട്ടുള്ളത്? ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആൻഡ് ദ ഡൊമസ്റ്റിക് പോളിസി. അതായത് ഇൻറ്റേർണലി ഉള്ള സെക്യൂരിറ്റികളെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നമ്മൾ എല്ലാവരും ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഇൻറ്റേർണൽ സെക്യൂരിറ്റിയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പോളിസി, അതായത് രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെ പുതിയ പുതിയ നയങ്ങളൊക്കെ എടുക്കൂലേ, അതിനൊക്കെ എന്താണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. മെയിനായിട്ട് ഇൻറ്റേർണൽ സെക്യൂരിറ്റി. ഇപ്പോൾ ഒരു പ്രൈം മിനിസ്റ്റർ ഏതെങ്കിലും ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ അവിടെ സെക്യൂരിറ്റികൾ വരില്ല. അതൊക്കെ ഈ ഗൃഹ മന്ത്രാലയയിലുള്ള സെക്യൂരിറ്റീസാണ് വരിക. പിന്നെ അതുപോലെ തന്നെ മേ ബി ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇന്ത്യയുടെ ബോർഡറിൽ നിൽക്കുന്ന സെക്യൂരിറ്റീസൊക്കെ ഉണ്ടാവുമല്ലോ, അവരെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? ഈ ഹോം അഫയേഴ്സ് ആയിരിക്കും. സോ ഇൻറ്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആൻഡ് ദ ഡൊമസ്റ്റിക് പോളിസി ആൻഡ് ദ ഹോം മിനിസ്ട്രി ഈസ് ഹെഡഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. സോ ഹോം മിനിസ്ട്രി ആരാണ് ഹെഡ് ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് എന്ന് പറയും. യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. അതായത് ഈ ക്യാബിനറ്റ് മിനിസ്ട്രീസ്, ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ നമുക്കുണ്ടല്ലോ, ഞാൻ പറഞ്ഞത് നരേന്ദ്രമോദിയാണെന്ന് തോന്നുന്നു. അപ്പോൾ നരേന്ദ്രമോദിൻ്റെ ഒപ്പം ഈ ക്യാബിനറ്റ് കൗൺസിൽ വരുന്ന സമയത്ത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ് ആയിട്ട് അവിടെ ഇരിക്കുക ഈ മിനിസ്റ്റർ ആയിരിക്കും. അതാണ് ശ്രീ അമിത് ഷാ. സോ ഡിപ്പാർട്ട്മെൻറ്റ്സ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഈ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്നതെന്ന് നോക്കിയാലോ? യെസ്, ഓഫ് കോഴ്സ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോർഡർ മാനേജ്മെൻറ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് അഫയേഴ്സ്. ഓക്കെ, അപ്പോൾ എല്ലാത്തിനും മുമ്പിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരിക്കും. പിന്നെ പറഞ്ഞത് ബോർഡർ മാനേജ്മെൻറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരെ ഒന്ന് മാനേജ് ചെയ്യലും ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഇൻറ്റർണൽ സെക്യൂരിറ്റി ആൻഡ് ഡൊമസ്റ്റിക് പോളിസി, റൈറ്റ്? സോ അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ദ ബോർഡർ മാനേജ്മെൻറ്റ് ഇസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ വൊക്കാബുലറി അല്ല. ഇൻറ്റേർണൽ സെക്യൂരിറ്റി പറഞ്ഞു, ഡൊമസ്റ്റിക് പോളിസി എന്ന് പറഞ്ഞ വൊക്കാബുലറി പറഞ്ഞു, പിന്നെ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞ വൊക്കാബുലറി പറഞ്ഞു, റെസ്പോൺസിബിൾ പറഞ്ഞു ഇല്ലേ? അപ്പോൾ ബോർഡർ മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ സെക്യൂരിറ്റി, അതുപോലെ തന്നെ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് അഫയേഴ്സ്. ഓക്കെ, ഈ അഫയേഴ്സിനൊക്കെ നോക്കുന്നത് ഈ ജമ്മു ആൻഡ് കാശ്മീരൊക്കെ എന്താ യൂണിയൻ ടെറിട്ടറിയാണ്. ലഡാക്കും അത് യൂണിയൻ ടെറിട്ടറിയാണ്. യൂണിയൻ ടെറിട്ടറി പ്രത്യേകത എന്താ? ഗവൺമെൻറ് ആയിരിക്കും മൊത്തം നോക്കുന്നത്. ഏത് ഗവൺമെൻറ്? സെൻട്രൽ ഗവൺമെൻറ് ഏറ്റെടുത്തതാണ്, ഈ ഏറ്റെടുത്ത പ്ലേസാണ് ഈ യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്. അടുത്തത് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഓക്കെ, അതെന്താ? സെൻട്രൽ ട്രാൻസ്ലേഷൻ ബ്യൂറോ, അതുപോലെ തന്നെ സെൻട്രൽ ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അതായത് സ്റ്റേറ്റുകളൊക്കെ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കും ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്. ഇപ്പോൾ നമ്മൾ 6 ഡിപ്പാർട്ട്മെൻറ്റ്സിനെ പറ്റിയിട്ടല്ല പറഞ്ഞത്. ഫസ്റ്റത്തേതായിരുന്നു ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് BM, ബിരിയാണി മസാല അല്ല, ബോർഡർ മാനേജ്മെൻറ്റ്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി IS, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ ആൻഡ് ലഡാക്ക് അഫയേഴ്സ്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഇപ്പോൾ പറഞ്ഞ രണ്ടെണ്ണത്തിലും ഇപ്പോൾ പറഞ്ഞ അതായത് മിനിസ്ട്രി ഓഫ് ഫിനാൻസിലും പിന്നെ ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റി പറയുന്നത് ഏതിലാണ് പറയണത്? ഈ ഹോം അഫയേഴ്സിലാണ് പറയണത്. അപ്പോൾ അതിലും ഡിപ്പാർട്ട്മെൻറ്റുകൾ 6 എണ്ണേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റുകൾ 6 എണ്ണേ ഉള്ളൂ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, അതിൽ സെൻട്രൽ ട്രാൻസ്ലേഷൻ ബ്യൂറോ ഉണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കണമാവും. സെൻട്രൽ ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഒഫീഷ്യൽ ലാംഗ്വേജ് ഹിന്ദി ആയതുകൊണ്ട് ആയിരിക്കും. ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. പിന്നെ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ, ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ SCO. ഓക്കെ, സെൻസസ് ഓപ്പറേഷൻ ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അപ്പോൾ വൺസ് അഗെയിൻ ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ഒന്ന് പറഞ്ഞേ. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ബോർഡർ മാനേജ്മെൻറ്റ്, ബിരിയാണി മസാല അല്ല. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് IS എന്തായിരുന്നു? ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലഡാക്ക്
ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജമ്മു ആൻഡ് കാശ്മീർ അഫയേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോം, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഒഫീഷ്യൽ ലാംഗ്വേജ്, അതിൽ സെൻട്രൽ ട്രാൻസ്ലേഷൻ ബ്യൂറോ ഉണ്ട്, അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻ ഉണ്ട്, സെൻട്രൽ ഹിന്ദി ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പിന്നെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സും ഉണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു? ഇറ്റ് ഈസ് എ മിനിസ്ട്രി ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓരോന്ന് പറയലാണ്. അപ്പോൾ അതിൽ രണ്ടാമത് പറഞ്ഞ പോയിൻ്റ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്തേ. As the Internal Ministry of India, it is mainly responsible for the maintenance of the ഇന്റേണൽ സെക്യൂരിറ്റി ആൻഡ് ഡൊമസ്റ്റിക് പോളിസി അല്ലേ. ഇൻറ്റേർണൽ സെക്യൂരിറ്റീനെയും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് പോളിസികളെയും ഒക്കെ എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യലാണ്. ആസ് എ ഇൻറ്റീരിയർ മിനിസ്ട്രി ഓഫ് ഇന്ത്യ, ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ ദ മെയിൻ്റനൻസ് ഓഫ് ദ ഇന്റേർണൽ സെക്യൂരിറ്റി ആൻഡ് ഡൊമസ്റ്റിക് പോളിസി. ദിസ് മിനിസ്ട്രി ഈസ് ഹെഡഡ് ബൈ ഹോം മിനിസ്റ്റർ, യൂണിയൻ ഹോം മിനിസ്റ്റർ എന്നല്ലേ. കുറച്ചും കൂടി നീട്ടി കളിക്കുമ്പോൾ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്. യൂണിയൻ ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ നല്ലത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ഹോം അഫയേഴ്സ്, UM. ഓക്കെ. ഇനി നെക്സ്റ്റ് ആണ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. നാലാമത്തതും ലാസ്റ്റ് ഭാഗമാണിത്. മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്, അതായത് നിയമവും ന്യായവുവിനെ പറ്റിയിട്ടുള്ള മിനിസ്ട്രിയാണ്. ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി. ഇത് ഒരുമിച്ച് വായിക്കണം, എന്നാലേ കത്തുള്ളൂ. ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി. അതാണ്. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, GI, ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി which deals with the management of the legal affairs. ഇത് എന്താണ് ഡീൽ ചെയ്യുന്നത്? ഇത് എന്തുമായിട്ടാണ് ഡീൽ ചെയ്യുന്നത്? which deals with the management of the legal affairs. Okay, management of the legal affairs ആണ് അത് ഡീൽ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? ഫസ്റ്റത്തെ അല്ല, ഈ ഹോം അഫയേഴ്സ് നമ്മൾ പറഞ്ഞപ്പോഴും പറഞ്ഞു, ഇറ്റ് ഡീൽസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ഇൻറ്റേർണൽ സെക്യൂരിറ്റി ആൻഡ് ഡൊമസ്റ്റിക് പോളിസി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ പറയുന്നതും വിച്ച് ഡീൽസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ലീഗൽ അഫയേഴ്സ്. ഇതിനെ മിനിസ്ട്രി ഓഫ് ലീഗൽ അഫയേഴ്സിന് വിളിക്കാൻ പറ്റൂല, കാരണം വിധി ഓറ ന്യായ മന്ത്രാലയ എന്നാണ് ഗൂഗിളിൽ ഈ മിനിസ്ട്രിയുടെ പേര് ഹിന്ദിയിൽ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് മിനിസ്ട്രി ഓഫ് ലീഗൽ അഫയേഴ്സിന് വിളിക്കാൻ പറ്റില്ല, കോർപ്പറേറ്റ് അഫയേഴ്സ് പോലെ. ഓക്കെ, പക്ഷേ ഇതിനെ എന്താണ് ഇത് മാനേജ് ചെയ്യുന്നത്? ലീഗൽ അഫയേഴ്സ് മാനേജ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ നിയമങ്ങളെ പറ്റിയുള്ള എല്ലാം അത് മാനേജ് ചെയ്യുന്നുണ്ട്. പിന്നെ ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസ്, അതായത് നിയമം ഉണ്ടാക്കുക ആരാണ്, എവിടെ നിന്ന് സോഴ്സ് ഓഫ് ലോ എന്ന് പറയുന്നത് ലെജിസ്ലേറ്റീവിൻ്റെ അടുത്ത് നിന്നല്ല വരുന്നത് ലോ. അപ്പോൾ ഈ ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ, അതുപോലെ തന്നെ ഈ ജസ്റ്റിസിൻ്റെ നോക്കി നടപ്പും എന്താണ് അതായത് കോർട്ടുകളൊക്കെ ആവും നോക്കി നടത്തുന്നത് ആരാണ്? അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ നോക്കി നടത്തുന്ന മിനിസ്ട്രിയാണ് മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഓക്കെ, ത്രൂ ഇറ്റ്സ് 3 ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഇത് എങ്ങനെയാണ് നോക്കി നടത്തുന്നത്? 3 ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മിനിസ്ട്രി ഓഫ് ഫിനാൻസിൽ 6 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ ഹോം മിനിസ്ട്രിയിലും 6 ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. കോർപ്പറേറ്റ് അഫയേഴ്സിന് ഒരു ഡിപ്പാർട്ട്മെൻറ്റും ഇല്ല, കാരണം അത് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഈ കമ്പനീസ് ആക്ട് ഒക്കെയാണ്. അതുമാത്രമേ അതിന് മെയിനായിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ എൻ്റർപ്രൈസസിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതും കൂടിയാണ് ഇതിലൊക്കെ ഉള്ളത്. സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടേഴ്സ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയൽ ആൻഡ് സർവീസ് സെക്ടർ. ഓക്കെ, അപ്പം ഇവിടെ ത്രൂ ഇറ്റ്സ് 3 ഡിപ്പാർട്ട്മെൻറ്റ്സ് വഴിയാണ് ഇങ്ങനെ നിയന്ത്രിക്കുന്നത്, നെയിംലി ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്. അപ്പം മേലെ പറഞ്ഞാൽ ഇതിങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെ ലീഗൽ അഫയേഴ്സിനെയും ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസിനെയും അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഇല്ലേ. അപ്പോൾ അതൊക്കെ എങ്ങനെ ഇവർ ചെയ്യുന്നത്? അവരെ 3 ഡിപ്പാർട്ട്മെൻറ്റ് വഴിയാണ് ചെയ്യുന്നത്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്, പിന്നെ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഇതിൽ മുമ്പൊക്കെ പറഞ്ഞതിൻ്റെ എല്ലാത്തിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റ് ഫ്രണ്ടിൽ വരുമായിരുന്നു. ഞാൻ പറയാറില്ലേ, മുമ്പിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവുന്നു, പക്ഷേ ഫ്രണ്ടിലല്ല ഇപ്രാവശ്യം ഈ ലെജിസ്ലേറ്റീവിൽ ഡിപ്പാർട്ട്മെൻറ്റ് ബാക്കിലാണ് വന്നത്. അപ്പോൾ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ്, ബാക്കിയൊക്കെ ഫ്രണ്ടിൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ജസ്റ്റിസ് റെസ്പെക്റ്റീവ്ലി. അവിടെ റെസ്പെക്റ്റീവ്ലി എന്ന് പറഞ്ഞ ടേം ഉപയോഗിക്കാം, കാരണം മേലെ പറഞ്ഞ ആ മാനേജ്മെൻറ്റ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഇല്ല, ആ ഒരു ഓർഡറിൽ തന്നെയാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വരുന്നില്ല. ഇനിയാണ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് ഇസ് കൺസേൺഡ് വിത്ത് അഡ്വൈസിങ് വാരിയസ് മിനിസ്ട്രീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്.
അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് ഉണ്ടല്ലോ, ഇത് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഈസ് കൺസേൺഡ് വിത്ത്, അത് കൺസേൺ ചെയ്യുന്നത്, അത് എന്ത് കാര്യമാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്? വിത്ത് അഡ്വൈസിങ് വാരിയസ് മിനിസ്ട്രീസ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അഡ്വൈസാണ് ചെയ്യുന്നത്. ലീഗൽ അഫയേഴ്സാണ് ഫസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ബാക്കിയുള്ള എല്ലാവിധ മിനിസ്ട്രീസിനെയും, ബാക്കി 3 മിനിസ്ട്രീസിനെയും അഡ്വൈസ് ചെയ്യലാണ് ലീഗൽ അഫയേഴ്സ് ചെയ്യുന്നത്. സോ ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ലീഗൽ അഫയേഴ്സ് ഈസ് കൺസേൺഡ് വിത്ത് അഡ്വൈസിങ് വാരിയസ് മിനിസ്ട്രീസ് ഓഫ് സെൻട്രൽ ഗവൺമെൻറ്, വൈൽ ദ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. സോ വൈൽ ദ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, നമ്മൾ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താ ചെയ്യണേന്നറിയോ? ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്നത് കൺസേൺഡ് വിത്ത് ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ. ഞാൻ പറഞ്ഞു, ഡ്രാഫ്റ്റിംഗ് ആൻഡ് പാസിംഗ് ദ ലോസ് ആണ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷൻ ഓഫ് ദ ഗവൺമെൻറ് ചെയ്യുന്നത്. അതന്നെ ഇവിടെയും ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് പ്രിൻസിപ്പൽ ലെജിസ്ലേഷനൊക്കെ ഒന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് എഴുതിയിട്ട് വെക്കലാണ് ആരുടെ കൺസേൺ? ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. സോ വൈൽ ദ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് കൺസേൺ വിത്ത് ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. ഈസിൻറ്റ് ഇറ്റ് ഓക്കെ? അപ്പോൾ ഇത്രയുള്ള പോയിൻറ്റ്സ്. അപ്പോൾ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് തരാം. ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി, മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ്. ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി വിച്ച് ഡീൽസ് വിത്ത് ദ മാനേജ്മെൻറ്റ് ഓഫ് ദ ലീഗൽ അഫയേഴ്സ്, ലെജിസ്ലേറ്റീവ് ആക്ടിവിറ്റീസ് ആൻഡ് ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് ഇൻ ഇന്ത്യ. അപ്പം ദ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് ഇൻ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഈസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി. ഈസ് എ ക്യാബിനറ്റ് മിനിസ്ട്രി ആണ്. ഓക്കെ, which deal with the management of legal affairs, legislative activities, administration of justice in India through its 3 departments, namely the Department of Legal Affairs, Legislative Department, Department of Justice respectively. The Department of Legal Affairs is concerned with advising the various ministries of the central government, while the Legislative Department is concerned with drafting of principal legislation for the central government. അപ്പം ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് എന്തിനോടാണ് കൺസേൺഡ് ആയിട്ടുള്ളത്? വിത്ത് ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ, റൈറ്റ്? സോ ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ അത്രയും അത്യാവശ്യമായിട്ടുള്ള പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ്. രണ്ടുപേരും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്, 2 ഡിപ്പാർട്ട്മെൻറ്റ്സും ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ടാണ്. സോ വൈൽ ദ ലെജിസ്ലേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് കൺസേൺഡ് വിത്ത് ഡ്രാഫ്റ്റിംഗ് ഓഫ് പ്രിൻസിപ്പൽ ലെജിസ്ലേഷൻ ഫോർ ദ സെൻട്രൽ ഗവൺമെൻറ് ഓൺലി. സോ താങ്ക് യു സോ മച്ച് ഫോർ ഹിയറിങ് മീ. അപ്പോൾ അതേപോലെ തന്നെ ഐ ഹോപ്പ് ദിസ് വീഡിയോ വിൽ ബി beneficial for you, and please do comment your opinions and suggestions and your is this video useful for you? Please do comment below and share ചെയ്യുക അറിയുന്ന ഫ്രണ്ട്സിനൊക്കെ. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബേഴ്സൊക്കെ ഒന്ന് കൂട്ടിത്തരണേ പ്ലീസ്.